ഹലോ ഗായ്സ്. ക്ലിങ് 3.0 നമ്മുടെ ഹിക്സ്ഫീൽഡ് എഐയിൽ പുതുതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു എഐ ടൂളാണ് ക്ലിങ് 3.0. ക്ലിങ് 2.6 യൂസ് ചെയ്തിട്ട് എങ്ങനെ വീഡിയോ ജനറേറ്റ് ചെയ്യാന്നുള്ളതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ നമ്മൾ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ തന്നെ പുതിയൊരു ടൂളാണ് ക്ലിങ് 3.0. അതും നമ്മുടെ ഹിക്സ്ഫീൽഡ് എഐയിലാണ് പുതുതായിട്ട് ലോഞ്ച് ആവാൻ പോകുന്നത്. ഇത് ക്രിയേറ്റേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആവാൻ പോകുന്ന ഒരു വീഡിയോ ജനറേറ്റിംഗ് ടൂളാണ്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതുപോലുള്ള ഹൈ ക്വാളിറ്റി വീഡിയോ ഇതൊക്കെ നമ്മൾ ക്ലിങ് 2.6 വെച്ച് ജനറേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസാണ്. ഇതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു വീഡിയോ ജനറേറ്റിംഗ് ടൂളാണ് ഇനി വരാൻ പോകുന്നത് ക്ലിങ് 3.0. സോ നമ്മുടെ ക്ലിങ് 3.0 എന്നുള്ളൊരു എഐ ടൂളിൽ എന്തൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ക്ലിങ് 2.6ലേക്ക് 180p റെസൊല്യൂഷനുള്ള വീഡിയോസാണ് നമ്മൾ കൂടുതൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നത്. പക്ഷെ നമ്മൾ ക്ലിങ് 3.0 വരുമ്പോൾ ഹൈ ക്വാളിറ്റി 4K റെസൊല്യൂഷനുള്ള 60 ഫ്രെയിം പെർ സെക്കൻഡിലുള്ള വീഡിയോസ് വരെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് വളരെ ഹൈ ക്വാളിറ്റി വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആക്കും. ക്രിയേറ്റേഴ്സിനൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വളരെ ഹൈ റെസൊല്യൂഷൻ വീഡിയോസ് നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റിംഗ് ആണ്. വളരെ ക്വിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്വിച്ച് ചെയ്യുക, പിന്നെ നമ്മുടെ കയ്യിലുള്ള ഒബ്ജക്റ്റുകൾ മാറ്റുക, നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ക്യാരക്ടറിന് വേണ്ട ലൈറ്റിങ്, എല്ലാ തരത്തിലുള്ള എഡിറ്റും നമുക്കിതിൽ അവൈലബിൾ ആവുന്നതാണ്. ക്രിയേറ്റേഴ്സിൻ്റെ വേൾഡിലേക്ക് വരുമ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് വരുന്നത് ഇംപ്രൂവ് ഫിസിക്സ് ആൻഡ് ക്യാരക്ടർ ഇൻട്രാക്ഷൻ ആണ്. നമുക്ക് ഓരോ വീഡിയോ ജനറേറ്റ് ചെയ്ത് വരുമ്പോൾ അതിലുള്ള ഫിസിക്സും അതിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഓരോ ക്യാരക്ടറും റിയാലിറ്റി ആയിട്ട് എത്രത്തോളം മാച്ച് ആവും എന്നുള്ളത് നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റും. അത്രയും നമുക്ക് ആണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പോലും പറ്റുന്നില്ല. ഇതിപ്പോൾ ഞാനിവിടെ ഒരു ആഫ്രിക്കക്കാരൻ്റെ ഒരു വീഡിയോ കാണുന്നുണ്ട്. ക്ലിയർ കട്ടായിട്ട് നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു വീഡിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബോട്ടിൽ ക്രഷ് ചെയ്യുന്ന വീഡിയോ ആണ്. അത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ടാണ് ആ വീഡിയോ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുള്ളതെന്നുണ്ട്. പിന്നെ ഞാൻ നെക്സ്റ്റ് കാണുന്ന വീഡിയോ ഒരാൾ പെൻസിൽ കൊണ്ട് ഡ്രോയിങ് ചെയ്യുന്നതാണ്. ആ പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ സൗണ്ടും ആ ഒരു ഡീറ്റെയിലിങ്ങും അതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ക്ലിങ് എത്രത്തോളം ഡീറ്റെയിലിംഗ് ആയിട്ടും എത്രത്തോളം ക്ലിയർ കട്ടായിട്ടുള്ള വീഡിയോ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരാൻ പറ്റും എന്നുള്ളത്. നെക്സ്റ്റ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലിങ്ങിലൊക്കെ ആണെങ്കിലും ഒരു 10 സെക്കൻഡ് മാക്സിമം ഡ്യൂറേഷനിൽ 10 സെക്കൻഡ് വരുന്ന വീഡിയോസ് മാത്രമേ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ക്ലിങ് 3.0 വരാന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം 30 to 60 സെക്കൻഡിൻ്റെ ഒരു സിംഗിൾ ഷോട്ട് വീഡിയോ വരെ നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടുന്ന വീഡിയോസ് വളരെ സിമ്പിളായിട്ട് ഒരൊറ്റ ക്ലിക്കിൽ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ നമ്മളിപ്പോൾ ഹിക്സ്ഫീൽഡിൻ്റെ വെബ്സൈറ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഇവിടെ മുകളിൽ വീഡിയോ എന്നുള്ള സെക്ഷൻ സെലക്ട് ചെയ്താൽ ക്ലിങ് 2.6 അങ്ങനെ ഒരുവിധം നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വീഡിയോ ജനറേറ്റിംഗ് ടൂൾസും വീഡിയോ എഡിറ്റിംഗ് ടൂൾസും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ ഹിക്സ്ഫീൽഡിൻ്റെ പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ ടൂൾസും നിങ്ങൾക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇമേജിൽ പോയാൽ നാനോ ബനാനയൊക്കെ നമുക്ക് അൺലിമിറ്റഡ് ജനറേഷനൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ പ്രീമിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ആൻഡ് ഇതിലിപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ളൊരു ഫീച്ചറാണ് ഇൻഫ്ലുവൻസർ. നമുക്കിപ്പോൾ ഒരു ഇൻഫ്ലുവൻസറെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മളിപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നോക്കിയാൽ ഏത് ടൈപ്പാണ് വേണ്ടത്, ഏത് ജെൻഡറാണ് വേണ്ടത്, അതിൻ്റെ സ്കിൻ ടോൺ, അതിൻ്റെ ഐ കളറ്, അതിൻ്റെ സ്കിൻ കളറ്, എല്ലാവിധ ഫീച്ചേഴ്സും നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പറ്റിയ ഒരു മോഡൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്.
ഞാനിവിടെ ജസ്റ്റ് ഒരു റാൻഡമായിട്ടൊരു AI മോഡൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു AI മോഡലിനെ വെച്ചിട്ട് നമുക്ക് എന്തൊരു ആക്ടിവിറ്റി ഇവിടെ ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ക്ലിങ്ങിൻ്റെ മോഷൻ കൺട്രോൾ വെച്ചിട്ട് ഈ ഒരു AI ക്യാരക്ടറിനെ നമുക്ക് ഡാൻസ് ചെയ്യിപ്പിക്കാൻ വരെ പറ്റും. അങ്ങനെ നിങ്ങളിപ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാനും നിങ്ങൾക്ക് നല്ലൊരു മോണിറ്റൈസേഷൻ മെത്തേഡ് ആക്കാനൊക്കെ പറ്റുന്നതാണ്. സോ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഇതിപ്പോൾ ക്ലിങ്ങിൻ്റെ മോഷൻ കൺട്രോൾ എന്നുള്ളൊരു ടൂളാണ്. അതിൽ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന വീഡിയോ വെച്ചിട്ട് നമ്മൾ സെക്കൻഡിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു AI ക്യാരക്ടറിനെ അതേപോലെ മോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ വീഡിയോ ഓൾറെഡി ജനറേറ്റ് ചെയ്ത് വെച്ചിട്ട് ആൻഡ് ഇതിൽ നെക്സ്റ്റ് വരുന്നതാണ് വൈബ് മോഷൻ. നിങ്ങൾ മോഷൻ ഗ്രാഫിക്സിലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ആഫ്റ്റർ എഫക്ട്സിലൊക്കെ ഇരുന്ന് ചെയ്യുന്ന എഡിറ്റ് നിങ്ങൾ ജസ്റ്റ് ഒരു AI വെച്ചിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ദിക്സ്ഫീൽഡ് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.